ഏട്ടുപോയി വലാലളി. എത്ര നേരം നോക്കി കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇയാരെ നോക്കിക്കുന്ന പത്തുവോ? ആ പെയിന്റിന്റെ പണിക്കാരെ വരാന്ന് പറഞ്ഞിട്ട് ഓല കാണുന്നില്ല. അതിന് മണി 8 ആയിട്ടുള്ളൂ. ഇപ്പത്തെ പണിക്കാരൊക്കെ 9 മണിയായിട്ട് നോക്കിയാ മതി. ആ എങ്ങനെ ഞമ്മക്ക് മുതലാകുക? ഇങ്ങോട്ട് വരട്ടെ രണ്ടെണ്ണങ്ങളും, ഞാൻ നല്ലോണം കൊടുക്കും. എന്റെ പാത്തുവോ, വായിട്ടലച്ച് വെറുതെ ഉള്ള പണിക്കാരെ പറഞ്ഞയക്കണ്ട. പൈസ കൊടുക്കുന്നത് ഞമ്മളല്ലേ, അതുകൊണ്ട് ഞമ്മൾ പറയുന്ന സമയത്ത് ഓല് വരണം. ഇന്നത്തെ തൊഴിലാളികളെ ആരെ അടിമകളല്ല. ഒരു തോന്നുമ്പോ സമയത്ത് വരൂ, തോന്നുന്ന സമയത്ത് പോവും. ഉടമസ്ഥനാണെന്ന് തൊഴിലാളി. അടിമ ഞമ്മളെ കിട്ടൂല. എപ്പോഴെങ്കിലും കൂലിക്ക് 2 ആൾക്കാരെ പണിയെടുക്കാൻ വിളിക്കണേ. എനിക്കാണ് പണിക്കാരെ ചീത്ത പറയാനും ഭരിക്കാനും എനിക്ക് പൂതിയായിട്ട് വയ്യ. അപ്പൊ ഈ പണിക്കാരെ വിളിക്കണത് പണിയിപ്പിക്കാനോ അല്ലെങ്കിൽ ചീത്ത അറിയാനോ? രണ്ടിനും. വല്ലാത്തൊരു ജന്മം തന്നെയാണ് ഈ. എനിക്ക് ഏതെങ്കിലും ഒക്കെ ആളാണ്ടേ ഇവിടുത്തെ എസ്ഐന് ചീത്ത അറിയാൻ പറ്റുമോക്കെ? ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഈ പണിക്കാരെ ചീത്ത അറിയുമ്പോഴാ. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്. അതെടുത്ത് അങ്ങോട്ട് വെക്കേ. ഓനൊക്കെ ആരാടോ പണിക്ക് വിളിച്ചത്? ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇവനെ പണിക്ക് വിളിക്കണ്ട കേട്ടോ. ഇങ്ങനൊക്കെ പറയാൻ എന്ത് രസമാണ്. ഇപ്പത്തെ പണിക്കാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഓരോരോ പാട്ടിന് പോകും. ഓ, പാട്ടിന് പോകാൻ ഓലെന്താ പാട്ടാരാ? പണിക്കാരല്ലേ? അന്നോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോമഡി അടിക്കല്ലേ അടിക്കല്ലേ. കേക്ക് നാളെ നിലവാരം വെച്ചിട്ട് ഈ സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ കൂടുതലാ. അതിന് വേറെ ആരാ ഇവിടെ കേക്കായി? നിങ്ങൾ തന്നെയാണ്. പാത്തുവോ, മനുഷ്യനെ എത്ര വിചാരിച്ചാലും തടുക്കാൻ പറ്റാത്ത ചില ദുരന്തങ്ങളുണ്ട്. ഭൂകമ്പം, പേമാരി, സുനാമി, ഇടിമിന്നല്, വെള്ളപ്പൊക്കം, പിന്നെ കല്യാണം. കോമഡി കോമഡി. കുലുങ്ങി കുടുങ്ങി നടക്കണേ. അവിടെ വാ, ചോദിച്ചിട്ട് എന്നെ കാര്യം. സമയം എത്രയെന്ന് അറിയോ? ഇതെങ്ങനെ ഞമ്മക്ക് മുതലാവും? എന്താണ് ചോദിച്ചിട്ടൊന്നും മിണ്ടാത്തത്? ചോദിച്ചതിന് സമാധാനം പറയേ. മാഫ് കീജിയേ, ബസ് नहीं मिला. എന്താ പറഞ്ഞേ? कल से जल्दी आएगा. മൂസക്കായേ, മൂസക്കായേ. എന്തേ അന്റെ നാ പറഞ്ഞു പോയോ? പറയണേ എന്തൊക്കെയോ പറയല്ലത്. ഹിന്ദി പറയാ, ഹിന്ദിക്കാർ ഹിന്ദി അല്ല പറയാ. ബായ് വീട് പെയിന്റ് കരോ. जी सब. ആ പെയിന്റ് ഒക്കെ ഞാൻ അവിടെ പാട്ടേല് വാങ്ങി വെച്ചു. ഹേ അച്ഛനോ? മൂസക്കായി എന്റെ അച്ഛനാ? അതോ അച്ഛന്ന് പറഞ്ഞാ നല്ലതെന്നാണ്. അന്നപ്പോ അമ്മന്ന് പറഞ്ഞ ഓൽക്ക് മോശന്നാ? എന്തൊരു കഷ്ടാണത്. മേര പത്നി, പന്നിയല്ല പത്നി, ഭാര്യ. മേര പത്നി ദൂസരാ ദേഹി. അതായത് ആൾതാമസമില്ല ഇവിടെ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ നമ്മളെല്ലാരും താമസിക്കില്ലേ, പിന്നെ ആൾതാമസമില്ലാന്ന് ഓലോടൊക്കെ പറഞ്ഞാലോ? മാറിക്ക്. തും വർക്ക് കരോ. जी सब. आज हम क्लीन करेगा, कल से पेंटिंग शुरू करेगा. എന്താണ് सर? टुडे वाशिंग क्लीनिंग, टुमारो पेंटिंग. അജി സാബ് എന്നാ പിന്നെ തുടങ്ങിക്കോളി, പണി തുടങ്ങിക്കോളി. आओ भाई. ഹോ ഹം ഹാ എന്തേ തോല് പറഞ്ഞേ? എന്താ പാത്തോ, ഇന്ന് ഒരു ക്ലീൻ ചെയ്യൂ, നാളെ ഒരു പെയിന്റ് അടിക്കുന്നു. ഞാൻ ഇനി ഇന്ത്യക്കാരോട് എങ്ങനെ വർത്താനം പറയൂ? ഞാൻ ഓലെങ്ങനെ അടുക്കി ഭരിക്കൂ? എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ഓർക്ക് എന്തായാലും മനസ്സമാധാനായിട്ട് പണിയെടുക്കാലോ. അവിടെ ഒരു പെറ്റി ബൂർസ വന്നിക്കണ്. ഒന്നുമില്ല. സത്യം പറയേ, എന്തോ തെറിയല്ലേ നിങ്ങളോട് പറഞ്ഞേ? അല്ല പാത്തുവോ, ആണ് തെറിയാണിക്കറിയാം. ആണ് തെറിയാ, വലിയ തെറിയാ. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നു എനിക്ക്. ഉമ്മച്ചേ, ഞാൻ കളിക്കാൻ പോവാ. അല്ലടോ, ഈ ടീമൊക്കെ മാറിയോ? ബ്രസീൽ അല്ല കൂടി ജർമ്മനിക്കാരനായോ? സാർ അയക്കണേ. ബ്രസീല് ആർക്കും അഹങ്കാരം പാടില്ലപ്പാ. പഠിച്ചില്ലേ? അനക്കൊരു കളി 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 എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പകല് 2 മണിക്കൂർ കളി, ബാക്കി പകൽ സമയം മുഴുവൻ ഉറക്കം. രാത്രി ഫുട്ബോൾ കണ്ടേ. കളി തീരുന്നവരെ വേറെ എന്താ പണി? ഓ ജീസാബ്. ജീസാബ് അല്ല, ഓ റിസ്വാനാണ്. മോനെ ഈ ബോർഡ്. റിസ്വാനെ, ഈ വരുന്ന സമയത്തുണ്ടല്ലോ ഒരു ഹിന്ദി പഠിക്കുന്ന പുസ്തകം വാങ്ങിക്കൊണ്ടുവരുമോ? ഉമ്മ ആദ്യം മലയാളം അസലായിട്ട് പഠിക്ക്, എന്നിട്ടാവാ ഹിന്ദി. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. റിസ്വാനെ, ഉമ്മച്ചിന്റെ മോനല്ലേ, നീ വാങ്ങി വരൂലേ? ഉമ്മച്ചിക്ക് ഹിന്ദി പഠിക്കാനോ? അനക്ക് ഹിന്ദി അറിയാം? പിന്നെ കുച്ച കുച്ച അറിയാം. എന്നുവെച്ചാ അങ്ങനെ പറഞ്ഞ എന്താണ്? ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ. അത്രയ്ക്ക് എനിക്കറിയും. എന്നാ ഞമ്മക്ക് എന്തായാലും വാങ്ങാം. ഞമ്മക്ക് രണ്ടാക്കും കൂടി പഠിക്കാം. ആലോചിക്കട്ടെ, ഞാൻ വരട്ടെ. അതായി പോയിട്ട് വാ. വാങ്ങണേ. പാത്തോ, ഞമ്മളാ ഇന്ത്യക്കാരോട് സംസാരിച്ചോ ഈ കേട്ടോ. ആശയവിനിമയത്തിന് ഭാഷ ഒരു പ്രശ്നമല്ല. ഞമ്മള് പറഞ്ഞു ഓർക്ക് മനസ്സിലായി, ഓര് പറഞ്ഞ ഞമ്മക്ക് മനസ്സിലായി. എനിക്കത് പോരാ.
ഒറ്റ രാത്രിയും കൊണ്ട് നമ്മൾ ഹിന്ദി പഠിക്കൂ. എനിക്ക് ഒല അടക്കി ഭരിക്കണോ. ആ പുസ്തകം ഒന്നും കൂടെ വന്നോട്ടോ. അരേ ബായ് പായൽ അച്ഛ അച്ഛ ഉറച്ച് കൈകളി. जी माँ. ജീമല്ല പാത്തുമ്മ. क्या? ക്യാ ക്യാ കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തേതാ മാണ്ടേ? ബൈ ബൈ. अभी नहीं. അല്ല മോനെ, കാര്യായിട്ട് ചോദിക്കാ. ക്യാ ക്യാ അഭിനയി എന്ന് പറഞ്ഞ ഇപ്പൊ വേണ്ടെന്ന ഉമ്മ. എനിക്ക് അങ്ങനെ അറിയാം ഹിന്ദി. ആ ഹിന്ദി പഠിക്കാൻ ഈസി ഉമ്മ. ഹിന്ദി സീരിയലും സിനിമയും ന്യൂസൊക്കെ കണ്ടാ മതി. ഇനി മുതലുള്ള ഓരോ നിമിഷവും ഹിന്ദി പഠിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. माँ एक बकेट चाहिए. ഒരു ബക്കറ്റ് ചായ ഒഴിക്ക റബ്ബേ. എന്റെ ഉമ്മ ഒരു ബക്കറ്റ് എടുത്തു കൊടുക്കേ. ആ അത് മര്യാദക്ക് പറഞ്ഞാ പോരെ. क्या है? റസിയ ആ പോയ ബക്കറ്റ് എടുത്തുണ്ട്. भाई आपका नाम क्या है? राम सिंह. भीम सिंह का बेटा राम सिंह? नहीं 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 नहीं, मैं उत्पल सिंह का बेटा. हाँ हाँ. अच्छा अच्छा. റാം സിംഗ്. ബൈ ജോലി അച്ഛ അച്ഛ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ കൂലി നെഹി തരൂല ഹേ. ये क्या हिंदी है यार. ഓരോ വല്ലാണ്ട് ഇങ്ങനെ വെറുപ്പിക്കണ്ട. ഒരു പണി എടുത്തോളൂ. ഒരു ഭാഗത്തേക്ക് പോയിക്കോ. ചെല്ലേ മോളെ ആ ബക്കറ്റ് എടുക്കാം. ചീത്ത ബക്കറ്റ് എടുത്താ മതി. കരോ കരോ. ഇനി ഹിന്ദിന്റെ പുസ്തകം കിട്ടാണ് ഞാൻ ഇവിടുന്ന് അനുകൂല. പുസ്തകം കിട്ടിയിട്ട് കുറെ റിസ്വാനെ കാണില്ലല്ലോ. ഞങ്ങളെ പുസ്തകം ഇനിയിപ്പൊ ഇതില്ലാണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. താങ്ക് യു റിസ്വാനെ. ഓ മൈൻഡ് ചെയ്തില്ല. ആപ്പി കൈസേ ഹേ? താങ്കൾക്ക് എങ്ങനുണ്ട്? മലയാളത്തിൽ ആപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ആപ്പ്, ഹിന്ദിയിൽ ആപ്പ് എന്ന് പറഞ്ഞാല് താങ്കള്. ഉസാർ ഭാഷ നട്ടോതി. ആപ്പി കോനി ഹേ? താങ്കള് ആരാണ്? അപ്പൊ ഇവിടെ ഓനി എന്ന് പറയണാണ് ആടെ കോനി. ഇവിടെ ഓന് ആടെ കോനി, ഇവിടെ ഓന് ആടെ കോനി. മേ ദൂക്കാനി ദൂക്കാനി ജാരിയേ. ഞാൻ കടയിൽ പോകുന്നു. ഇവിടെ തൂക്കാൻ പോവാന്ന് പറഞ്ഞാല് അടിച്ചു വാരിയ, ആടെ തൂക്കാൻ പോവാന്ന് പറഞ്ഞാല് പീടിയെ പോവുക. നല്ല ഭാഷ. ഇത് എന്ത് രസാണ്. माँ कूली दे दो. ക്യാ? कूली कैश कैश. വെയിറ്റ്. हाँ आपका कूली कितना है? 900. अच्छा मुस्काई हाँ जाओ. हाँ हाँ. आप वेल की कूली दे दो. അല്ല ഇത്രയൊക്കെ പഠിച്ചെടുത്തോ ഈ? പിന്നല്ലാണ്ട് ബുക്ക് എന്നില്ലേ? കിത്തനാ ഭായി? 900. ആ ആ ആപ്പ് നാളെ നേരത്തെ അല്ല ആവോ. കൃത്യം 8 മണിക്ക്. അരേ ബളങ്കാളി. ദാ. 8 മണിക്ക്. जी माँ शुक्रिया. ആ ശുക്രിയ. അതെന്താ ശുക്രിയ? ഓന്നെ കളിയാക്കിയാണോ? തെറിയാണോ? നോക്കട്ടെ, ഞാൻ കണ്ടുപിടിക്കട്ടോ മോനെ. ശുക്രിയ. ആ ശുക്രിയ. നന്ദി. പാവങ്ങള് നന്ദി പറഞ്ഞതനിയേ. ഈ ബംഗാളിക്ക് കുറച്ചും കൂടി നല്ല ഐശ്വര്യമുള്ള വാക്ക് കണ്ടുപിടിച്ചൂടായിനോ? നന്ദിക്ക് ശുക്രിയ. ചിരി വരുന്നു. ആ ഒരു പാട്ടുണ്ടായിനല്ലോ, ഒരു ചിറികിൽ ശുക്രിയോ. റിസ്വാനി ശുക്രിയാനി. എന്തെന്ന്? ഒരു 100 ശുക്രിയ. പുസ്തകമായി തന്നേനി. ശുക്രിയോ ശുക്രിയോ.